ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. ഒരു 3 ദിവസത്തെ യാത്ര. ഇടുക്കി രാമക്കൽമേടും വാഗമൺ. അത് ഒരു ദിവസം സ്റ്റേ രാമക്കൽമേടും ഒരു ദിവസം വാഗമണുമായിരുന്നു സ്റ്റേ. അങ്ങനെ വെള്ളിയാഴ്ച പോയിട്ട് ഞായറാഴ്ച രാത്രി തിരിച്ചെത്തും. അതായിരുന്നു യാത്ര. ഞങ്ങൾ രാവിലെ ഇപ്പം ഞങ്ങളുടെ കൂടെ വരുന്നതിൽ ദേവമാമന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ തീരെ എളുപ്പം രാവിലെ അല്ല യാത്ര സ്റ്റാർട്ട് ചെയ്ത്. കുറച്ചൊരു 8:30 ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ. കാരണം കൊട്ടാരക്കരയിൽ നിന്നാണ് മാമനെ നമുക്ക് പിക്ക് ചെയ്യേണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു 12:30 1 മണിയോടെ അവിടെ എത്തി. നമ്മൾ കുറച്ച് നേരം ഇടയ്ക്ക് നമ്മൾ ടീ ബ്രേക്കൊക്കെ എടുത്ത് നല്ല സാവകാശമാണ് പോയത്. അങ്ങനെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് യാത്ര തുടങ്ങി. കൊട്ടാരക്കരയിൽ നിന്ന് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ പോകുന്ന വഴിക്ക് കോന്നി അവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. നല്ല കാലാവസ്ഥ. മഴ എന്നത് ചോദിച്ചാൽ വേറെ ഡ്രൈവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. മഴയാകുമ്പോഴത്തേക്ക് നല്ല മഴയാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ അങ്ങ് മാറി. പിന്നെ പോകുന്ന വഴി ഞങ്ങൾ വേറെ സ്ഥലത്തൊന്നും അങ്ങനെ ഇരുന്നില്ല. ഇത് നമ്മൾ ഒരു വൈകിട്ടായപ്പോഴാണ് ആ പോകുന്ന വഴിക്ക് അഞ്ചുരുളിയിൽ വന്നിറങ്ങി. അപ്പോൾ അവിടെ ആ ടണലിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന വഴിയാണ്. അപ്പോൾ ചെറിയൊരു വാട്ടർഫാൾ പോലെ പറയാൻ പറ്റില്ലെങ്കിലും റിസർവോയറിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്ന ആ ഭാഗം. ഇതിവിടെ നമ്മൾ കുറച്ച് നടന്നാണ് ആ ടണൽ കാണുന്ന ആ ഭാഗത്തേക്ക് എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഈ വീഡിയോസ് എടുക്കാൻ വിട്ടു. പിന്നെ അപ്പോൾ യൂട്യൂബിലിടുന്നല്ലോ വീഡിയോസൊക്കെ. ഇതൊക്കെ നാളത്തെ ഓർമ്മയാണ്. ഇപ്പോൾ ഈ ചാനൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനെടുത്ത വീഡിയോസ് തന്നെ കാണുമ്പോൾ ഈ പോയ യാത്രകളെ പറ്റിയൊക്കെ ഒരു ഓർമ്മ ആകും. അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ വിഷ്ണുവിനും കുറച്ച് ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നു. നമ്മളെല്ലാവരും കൂടെ നമ്മൾ 2 ഫാമിലി 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല റിലാക്സായിട്ട് ആണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് പിന്നെ നമുക്കൊരിടത്ത് ഇടയിൽ വേറെ ബ്രേക്കൊന്നും എടുത്തില്ല. കുറച്ചും കൂടെ കഴിയുമ്പോൾ പിന്നെ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. അവിടെ നല്ല ചൂട് പരിപ്പോടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു. അങ്ങനെ അവിടെ നിന്നും അടുത്ത യാത്ര തുടങ്ങി. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് രാമക്കൽമേടാണ്. അവിടെ എത്തിയപ്പോൾ രാത്രി 8 മണി. ഇടയ്ക്ക് ഏകദേശം അങ്ങ് എത്താറായപ്പോൾ ഇടയിൽ എന്തോ ഒരു അമ്പലത്തിൻ്റെ ഒരു എന്തോ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്ക് എത്തിയപ്പോൾ 8 മണിയായി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെയെല്ലാം കണ്ട് പിന്നെ രാത്രി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി നല്ല റിലാക്സ് ചെയ്തു. അവിടെ നമുക്ക് ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫുഡും കഴിച്ച് യാത്ര അടുത്ത ദിവസം കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് യാത്ര തുടർന്ന് ആദ്യം പോയത് കുറവൻകുറുത്തി പ്രതിമൻ്റെ സ്റ്റാച്ചു അവിടെയുണ്ട്. അത് കാണാനാണ് പോയത്. അവിടെ നേരെ ഇടുക്കി ഡാമിലേക്ക് പോയി. ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴി കാൽവേരി മൗണ്ട് കാണാൻ പറ്റും. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. ആ വ്യൂ ഒരു പിക്ചറൈസേഷന് വരച്ച് വെച്ചതുപോലെ കാണുന്നൊരു വ്യൂ. അത് നന്നായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് അവിടെയൊക്കെ ഒന്ന് കുറച്ച് ചെറിയ ഫോട്ടോസ് നമ്മൾ എടുത്തു. ഇതാണ് ആ കാൽവേരി മൗണ്ടിൽ നിന്ന് കാണുന്നൊരു ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കവിടെ കിട്ടുന്നത് ഇങ്ങോട്ട്. ആ ഡാമിൻ്റെ റിസർവോയർ ഭാഗം ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നേരെ ഡാം ആ ഭാഗത്തേക്ക് പോയി. പക്ഷേ അവിടുത്തെ ഫോട്ടോസ് ഇപ്പോൾ ഇത് ആദ്യം ഇവിടെ എത്തിയപ്പോൾ ഇത് നമ്മളെ കുറവൻകുറുത്തി മലകൾക്കിടയിൽ കാണുന്ന ആർച്ച് ഡാമാണ്. പക്ഷേ അതിൻ്റെ കാണാൻ പോയ ബാക്കി ഭാഗം കൊണ്ടൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് സെബിച്ചേട്ടനും രഞ്ജു ചേച്ചിയൊക്കെ, ചേച്ചിയുടെ വീട് ഇടുക്കിയിലാണ്. അങ്ങനെ പോകുന്ന വഴി ഈ പ്രാവശ്യത്തെ ചേച്ചി വെക്കേഷൻ ആയതുകൊണ്ട് അവർ നാട്ടിലുണ്ടായിരുന്നു. ചേച്ചിയുടെ വീട് ഇടുക്കിയിൽ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് അവിടെ നിന്നായിരുന്നു. ചേച്ചിയായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവരും അടുത്ത 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് അവരും വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരെയും കണ്ടു. അപ്പോൾ അവിടെ ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയും ഇടുക്കിയുടെ നല്ല മനോഹരമായ സ്ഥലം. ഏലം കൃഷിയൊക്കെ ഉണ്ട് അവർക്ക് വീടിന് ചുറ്റുമായിട്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നമ്മൾ തിരിച്ച് അടുത്ത് നമ്മൾ അവിടെ നേരെ വാഗമൺ. അപ്പോൾ അന്ന് രാത്രി നമുക്ക് സ്റ്റേ വാഗമണായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ലഞ്ചും കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെയൊക്കെ ആ സ്ഥലങ്ങളെ കാണാൻ പോയി. തൊട്ടപ്പുറത്തിന് ഈ റോഡ് സൈഡിന് അപ്പുറത്തോട്ട് ഏലകൃഷിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അവിടെയും ഞങ്ങൾ കാണാനായിട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചൊക്കെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അമ്മ ചായ ഇട്ട് തന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചു. ചേച്ചിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ചേച്ചിയും തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്.
ചേച്ചി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങ് പോയി, പിള്ളേർക്കൊന്നും ഇപ്പം അവധിയല്ലേ, അതുകൊണ്ട് നാട്ടിൽ പോയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. തിരിച്ച് ഞങ്ങൾക്ക് രാത്രി വാഗമണ്ണാണ് സ്റ്റേ. ഞങ്ങൾ രാത്രി ഒരു 7:30-8 മണിയോടെ വാഗമൺ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അവിടെ എത്തി. അപ്പം ബാക്കി ഒരു ദിവസത്തെ വിശേഷം കൂടെയുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.